ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഡയറക്ടറും ആക്ടറും അല്ലെങ്കിൽ പ്രൊഡ്യൂസറും ഒക്കെയായ ബാലചന്ദ്ര മേനോനെതിരെ ഒരു ആരോപണം വന്നിരിക്കുകയാണ്. മിന്നു മുനീറാണ് വന്നത്. മിന്നു മുനീർ പറയുന്നുണ്ട്, എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ള ഒരു കാര്യം വലിയ സംശയമാണ്. പക്ഷേ ബാലചന്ദ്ര മേനോനെ അങ്ങോട്ട് വെളുപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട്. അവർക്ക് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം. പണ്ടൊരു കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ പ്രൈമറി മാസികകളായിരുന്നു. സോഷ്യൽ മീഡിയ അത്ര വ്യാപകമൊന്നുമല്ലായിരുന്നു. ഞാൻ 1989 ജനിച്ചത്. ഒരു 2005, 2006 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കുട്ടികളായിരുന്നപ്പോഴും ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരുന്നു. ആ സമയത്ത് ഈ സിനിമാ മാസികകളിലും മറ്റുമൊക്കെ വന്നിരുന്ന നിരന്തരം ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ബാലചന്ദ്ര മേനോനോട് അഭിനയിക്കുന്ന നായികന്മാർ പിന്നീട് അയാളുടെ ഒപ്പം അഭിനയിക്കുന്നില്ല എന്നുള്ളത് പ്രശസ്തമായ ക്വസ്റ്റ്യൻ ആയിരുന്നു. അക്കാലത്ത് നമ്മുടെ ആക്ടർ കാർത്തിക ഒരു മറുപടി പറയുണ്ടായി, കയ്യിലിരിപ്പ് നന്നാവണം. അക്കാലത്ത് വനിതയിൽ വന്ന ഒരു സംഭവമാണ്. ഞാൻ ആ സംഭവം ഒരുപാട് തിരക്കി കിട്ടിയില്ല. പകരം നമുക്കിവിടെ ഒരു ഇൻ്റർവ്യൂ വെക്കാം. ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നമുക്കതിനെപ്പറ്റി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇൻ്റർവ്യൂ കാണാം. ഇത് എൻ്റെ യൂട്യൂബിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പ്രോഗ്രാമാണ്. ഞാൻ ഇന്ന് വരെ ഇതെങ്കിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എല്ലാവരും ചോദിച്ചാൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നായികമാരെ സംഭാവന ചെയ്യാനുള്ള ഒരാളെന്ന രീതിയിൽ എന്നെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയുന്നത്, അവർ വന്നു, അവരവരുടെ ജോലി ചെയ്തു, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ടല്ല അവർ ഇഷ്ടപ്പെട്ടത്. അവർ നന്നായി ചെയ്തുകൊണ്ട് തന്നെയാണ്. ഉറപ്പാണല്ലോ, അവര് എൻ്റെ പടത്തിലൂടെ വന്ന് അവരെ നിങ്ങൾ നെഞ്ചിലേറ്റി. എനിക്കായുള്ള സന്തോഷം അവർ സുഖമായിട്ട് കഴിയുന്നതാണ്. പക്ഷേ ഇവരെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്, ഞാൻ എന്തെല്ലാമാണ് അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയത്, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, ഇതെല്ലാം എൻ്റെ ഈ ഫിലിമി ഫ്രൈഡേസ്. എന്നാലും ഇതിലെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്നല്ലെങ്കിലും ഒരു അവബോധം എവിടെയെങ്കിലും കാണത്തില്ലേ ഇതിൻ്റെ ഈ ഒരു നായികമാർ ഇത്രയും പേരിൽ? അല്ല, അത് ഒരു അമ്മയോട് ചോദ്യം മാതിരിയാണ്. ഞാൻ അവിടെ തുടക്കം മുതൽ അത് ഞാൻ പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്ക് മാത്രം നടക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു നായികയെ ഞാൻ പിന്നീട് രണ്ടാമത് പടത്തിൽ ഇട്ടാൽ കണ്ടിട്ടുണ്ടോ? ശോഭന പിന്നെ ഏതെങ്കിലും പടത്തിൽ വന്നോ? ശോഭന എൻ്റെ പടത്തിൽ വന്നു ഇല്ല. ഞാൻ ഡയറക്ടർ പടത്തിൽ ശരിയാണ്. ഇല്ലല്ലോ. കാർത്തി വന്നോ? ഇല്ല, വന്നില്ലല്ലോ. നന്ദിനി വന്നോ? വന്നില്ലല്ലോ. ആനി വന്നോ? എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം, അതായത് അക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാലചന്ദ്ര മേനോനെതിരെ ഉയർന്നു വന്ന ക്വസ്റ്റ്യനാണ് ഈ പ്രൈമറി, എന്തുകൊണ്ട് നിങ്ങളുടെ നായികന്മാർ നിങ്ങൾക്കെതിരെ പിന്നെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ശോഭനയോ മറ്റോ കണ്ട് ഒരു സിനിമയിലും കൂടെ ഇദ്ദേഹം അന്നറിയാതെ പോയി അഭിനയിച്ചതായിട്ട് അറിയാം. പിന്നെ ശോഭന പോലും അഭിനയിക്കാൻ ബാലചന്ദ്ര മേനോൻ്റെ സിനിമയിൽ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നിങ്ങളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾക്കപ്പുറം ഇപ്പോൾ അദ്ദേഹം വലിയ മഹാനായിട്ടൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹം ഭയങ്കര മഹാനായിട്ടൊക്കെ അറിയപ്പെടുന്നെങ്കിലും അതിൻ്റെ ഒരു ഉത്തരം ഇപ്പം മിന്നു മുനീർ പറഞ്ഞു എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. നമുക്ക് മിന്നു മുനീർ പറഞ്ഞതും കൂടെ ഒന്ന് കേൾക്കാം. 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കുന്നു. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇൻട്രപ്പോസ് ചെയ്യുക, അങ്ങനെ വ്യവസ്ഥനായി. എന്നിട്ട് പുള്ളിക്കാരൻ മാസ്റ്റർബേഷൻ ചെയ്ത് തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ട് കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട്. എന്നിട്ട് എല്ലാം എന്തെങ്കിലും പുള്ളിക്കാരൻ്റെ മേത്തുമാക്കി, എൻ്റെ മേത്തുമാക്കി. ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ ചയ്യേ സത്യം കിട്ടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും മിന്നു മുനീർ പറഞ്ഞത് വെച്ച് ഇത് വേണമെങ്കിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാര്യം പല നായികന്മാരും ഇദ്ദേഹത്തിൻ്റെ സിനിമയിൽ പിൽക്കാലത്ത് വിളിച്ചിട്ട് നന്ദിയില്ല എന്നൊക്കെ ആ കാലത്ത് പറയുന്നുണ്ടായിരുന്നു. അവർ അത് തുറന്നു പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടികൾ. അതിൽ കാർത്തിക മാത്രമാണ് ഒരു വനിതയിൽ ഒരു കാർത്തിക, നമുക്കറിയാം ലാലേട്ടൻ്റെ സ്ഥിരം നായികയായിരുന്ന കാർത്തിക തന്നെയാണ് ഒരു വനിതയിൽ അക്കാലത്ത് ഇങ്ങനെ പറയുണ്ടായിരുന്നു, കയ്യിലിരിപ്പ് നന്നാവണമെന്ന്. അത്രേ പറഞ്ഞുള്ളൂ, ബാക്കി ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, അല്ല ആ സ്ത്രീ പറഞ്ഞിട്ടില്ല. അതിന് ശേഷം കുറച്ച് കാലങ്ങളൊക്കെ മാറി നിന്നിട്ട് ഇദ്ദേഹം പറയുന്നത്, പിന്നീട് അദ്ദേഹം വന്നത് കേരളത്തിൻ്റെ മാതൃകയായ ഒരു സംവിധായകനായിട്ടോ അല്ലെങ്കിൽ അവസരം നഷ്ടപ്പെട്ട ഒരു സംവിധായകനുമായിട്ടൊക്കെയാണ്. ഒരു കാലഘട്ടത്തിൽ നായകന്മാരോ ഇദ്ദേഹത്തിനോട് അഭിനയിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം പല ഈ ക്രൈം പോലുള്ള കുറേ ആൾക്കാർ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപക്ഷെ സത്യമാവാനാണ് ചാൻസ്. കാര്യം മിന്നു മുനീർ എന്ന് പറയുന്ന വ്യക്തി പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവർ സ്ഥിരം ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീയാണ് സിനിമാ ഫീൽഡിൽ. എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം വിശ്വസിക്കേണ്ടതായി ഇരിക്കുന്നു. കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം അക്കാലത്ത് അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് വരെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള രീതിയിൽ അക്കാലഘട്ടങ്ങളിൽ സംസാരിക്കുമായിരുന്നു. വലിയ അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് വരെ ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്.
സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.